അഡ്വക്കേറ്റ് അസ്ക മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ആയി അവശേഷിക്കുമെന്നാണ് ശംഖു പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അതാണ് അസ്കർ കാണുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്? അസ്ക, ഞാനിത് അനിൽജി ഇതിനെ കാണുന്നത് മറ്റൊരു അർത്ഥത്തിലാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വസന്തം ആണ് ഈ പാർലമെൻറ്റ് എന്നുള്ളത് തന്നെയാണ്. കാരണം കേവല ഭൂരിപക്ഷമില്ലാത്ത BJP സ്വാഭാവികമായും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ കാരണങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി എണ്ണത്തിൽ കൂടുതലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിനെ പോലെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആർജവം ഉണ്ടാവില്ല. മാത്രമല്ല NDA സഖ്യം എന്ന് പറയുന്ന മുള്ളുമുറുക്ക് മൂർഖൻ പാമ്പ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സഖ്യമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഘട്ടത്തിൽ അങ്ങനെ അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള കഴിഞ്ഞ ഘട്ടത്തിൽ എന്തും ചെയ്യാനുള്ള ധൈര്യവും, അതുകൊണ്ടാണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി പോലും അമിത്ഷായുടെ പോക്കറ്റിൽ നിന്ന് നിയമമായി പുറത്തെടുത്ത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നേയില്ല. എന്തു ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്ന് അവകാശപ്പെട്ടാലും വികസനം ഭാരതം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി ഗവൺമെൻറ് അധികാരമേറ്റിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിലെ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും എന്ത് വികസന ഇന്ത്യയിൽ ചർച്ച ചെയ്തത്? കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്തോ? ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ചർച്ച ചെയ്തോ? ഇന്ത്യയിലെ അഗ്നിവീർ പദ്ധതി എന്ന് നിങ്ങൾ അവകാശപ്പെട്ട അസ്കർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കിസാൻ സമ്മാൻ നിധി 20,000 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ കർഷകരെ വിറ്റ് വോട്ട് നേടുന്നു, പക്ഷെ മോദി കർഷകരെ സഹായിക്കുന്നു സാമ്പത്തികമായി. കർഷകരുടെ മണ്ണിലെല്ലാം നിങ്ങളുടെ പാർലമെന്റ് സീറ്റുകൾ എവിടെയാ പോയേ? മഹാരാഷ്ട്രയിൽ, UP-യിൽ, ഹരിയാനയിൽ, പഞ്ചാബിൽ, ഇന്ത്യയുടെ കർഷകരുടെ മണ്ണുകളാണതെല്ലാം. അവിടെയൊക്കെ നിങ്ങൾക്ക് അമ്പേ പരാജയം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ വിറ്റിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചായം പൂശിയ കാർഡ് എന്ന് പറയുന്നത് വർഗീയതയുടെ കാർഡായിരുന്നു. രാമക്ഷേത്രമായിരുന്നു നിങ്ങളുടെ തുറുപ്പ് ചീട്ട്. ആ ഫൈസാബാദിൽ എന്താ സംഭവിച്ചത്? നരേന്ദ്രമോദി മത്സരിച്ച വാരാണസിയിൽ 9 മണ്ഡലവും പരാജയപ്പെട്ടെന്നേ. ഒരു മണ്ഡലം മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറും സ്റ്റാറുമായിരുന്ന സ്മൃതി ഇറാനി 1 ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെട്ടില്ലേ? അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വസന്തമെന്ന് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ BJPക്ക് അത്ര ശുഭകരമാവില്ല. കേരളത്തിൽ നിന്ന് ഒരു സഹമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നല്ലോ. രാവിലെ മുതൽ കേൾക്കുന്നത് അദ്ദേഹം ഇട്ടുകളഞ്ഞിട്ട് ഓടുന്ന വാർത്തകളായിരുന്നു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം എന്തായാലും അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ള ആശ്വാസകരമായ വാർത്ത BJPക്ക് ക്യാമ്പ്. അഡ്വക്കേറ്റ് അസ്ക, കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവം താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ. കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. സുരേഷ് ഗോപി തന്നെ പറഞ്ഞല്ലോ, അത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം നല്ല അന്തസ്സുള്ള വകുപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വകുപ്പുകളെ സംബന്ധിച്ച് നമുക്ക് ഒരു തർക്കമില്ല. എല്ലാ വകുപ്പുകൾക്കും അതിൻ്റെതായ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. എല്ലാ വകുപ്പുകൾക്കും അതിൻ്റെതായ പ്രാധാന്യവും ഇന്ത്യയിലുണ്ട്, ഒരു സംശയമില്ല. അതുകൊണ്ട് വകുപ്പുകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ നോക്കണ്ട. പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി കൊടുക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് നീരസമുണ്ടെന്നും അദ്ദേഹം അത് വീണ്ടും ചോദിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാര്യം, അത് BJPയുടെ ആഭ്യന്തര കാര്യം. അതിൽ ഇടപെടുന്നുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കാർക്കുമില്ല, ഞങ്ങളത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ രണ്ടാം മോദി സെക്കൻഡ് എഡിഷൻ മോദി സർക്കാരിനെ പോലെ തേർഡ് എഡിഷൻ അത്ര സുഖകരമാകും എന്ന് കരുതുകയേ വേണ്ട. തേർഡ് എഡിഷൻ എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിതീഷ് കുമാറിൻ്റെയും നായിഡുവിൻ്റെയും ഒക്കെ കാരുണ്യത്തിലായിരിക്കും. നിതീഷ് കുമാറും നായിഡുവും വിനീത വിധേയരായി നിൽക്കുന്ന ദൃശ്യങ്ങളൊന്നും അസ്കർ കണ്ടില്ലേ? അസ്കർ TV കഴിഞ്ഞ ദിവസങ്ങളൊന്നും താങ്കൾ വെച്ചില്ലേ? മാത്രമല്ല നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ലീഡർ. ഈ സഖ്യം 5 വർഷം കാലാവധി പൂർത്തിയാക്കും എന്ന് ഇവർ മാത്രമല്ല മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ പെട്ടെന്ന് വീഴ്ത്തി പോകാൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് സാധ്യമാണോ അസ്ക?
ഇല്ല ഒരു അല്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്കുള്ള എൻ്റെ അഭ്യർത്ഥന. കാരണം 5 കൊല്ലം വരുന്ന 5 കൊല്ലവും ഈ ഗവൺമെന്റ് ഭരിക്കപ്പെടണം, അതിന് ക്രിയാത്മകമായ പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണി ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ല, 6 ദിവസമായി ഈ ഇന്ത്യ 5 സഖ്യം വർഷക്കാലം പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് നരേന്ദ്രമോദി മന്ത്രിസഭ രൂപീകരണത്തിലുള്ള പാർലമെന്റ് അതൃപ്തി വിലയിരുത്തുന്നത്. കൂടുമ്പോൾ മതിയല്ലോ. പ്രതിപക്ഷ നേതാവിനെ ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. പാർലമെന്റ് കൂടുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാനുള്ള കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സാങ്കേതികമായി ഒരു ഭൂരിപക്ഷം മുന്നണിക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനും അതൊരു ക്രിയാത്മകവും സുസ്ഥിരവുമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിനുള്ള എണ്ണക്കൂട്ടം എന്തായാലും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കുണ്ട്. അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ.